പവിത്രത്തിലെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ശ്രീകാന്തിൻ്റെ പിടിച്ചിട്ട് വാസവനും ശ്രീനിസാറും കൂടെ കുടയുന്നുണ്ട്. അപ്പം വാസവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാനല്ല എന്തായാലും നിങ്ങളുടെ മോനെ കൊന്നത്. പിന്നെ പുളിക്കനെ വിളിച്ച് എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അത് ഞാൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞോളാം. നാളെ നിങ്ങൾ ജയിച്ച് MLA ആവത്തല്ലേ ഉള്ളൂ, പോലീസ് ആവത്തൊന്നുമില്ലല്ലോ. അപ്പോഴത്തേക്ക് വാസവനാണെങ്കിൽ ശ്രീകാന്തിൻ്റെ ഷർട്ടിൽ കയറി പിടിക്കുന്നുണ്ട്. സാറേ, നാളെ ജയിക്കാനുള്ള ആളെ ഇവിടെ എത്ര ക്യാമറകൾ ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ചാനലിലൊക്കെ വരും, അത് വേണോ? അതിനൊക്കെ നല്ലത് എൻ്റെ ഷർട്ടിൽ നിന്ന് വിടുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പറയാണ്. പിന്നെ നിങ്ങളാണെങ്കിൽ പുളിക്കനെ കൊന്ന ആളെ തിരക്കിറങ്ങിയിരിക്കുന്നത്. പിന്നെ വാസവന് വേണ്ടുന്നത് വാസവൻ്റെ മോനെ കൊന്നത് ആരാണോ, വരുണിനെ കൊന്ന ആളെയാണ് വേണ്ടത്. വരുണിനെ കൊന്നത് ആരാണെന്ന് വ്യക്തമായി കണ്ട ആളാണ് പുളിക്കൻ. അപ്പോൾ പുളിക്കൻ്റെ സാക്ഷിമൊഴി ഇപ്പോഴും നിൽക്കുകയാണ്. പുളിക്കൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം കൊന്നത് വിക്രമാണെന്ന്. വിക്രം കൊന്നത് ഈ ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ വലം കൈയായ വിക്രമാണ് കൊന്നത്. അവനെ തപ്പി ഇറങ്ങാതെ എൻ്റെ പുറകെ വന്നിട്ട് ഒരു കാര്യമില്ലെന്ന് ശ്രീകാന്ത് പറയുകയാണ്. അന്നേരം ഈ നിൽക്കുന്ന ഇയാളടുത്ത് ചോദിച്ചാൽ മതി, അയാൾക്കറിയാം വിക്രം എവിടെയാണെന്നും എന്തിനാണ് വരുണിനെ കൊന്നയാണെന്നും ഇയാൾക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാണ്. ഈ സമയത്താണെങ്കിൽ ശ്രീകാര്യ ശ്രീനിവാസിന് ദേഷ്യം വന്ന് ശ്രീകാന്തിൻ്റെ കോളർ കയറി പിടിച്ചിട്ട് പറയാണ്, പണ്ട് കാലത്ത് ശ്രീകാര്യ ശ്രീനിവാസൻ കുറേ പേരെ കൊന്നിട്ടുണ്ട്, അത് ഇപ്പം ഇല്ല. ഇനി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങാനും എനിക്കൊരു മടിയില്ല. അത് നിന്നിൽ നിന്ന് തന്നെ തുടങ്ങിയാലും എനിക്കൊരു ഭയമില്ല എന്ന് പറയാണ്. ആ സമയത്ത് വാസവൻ വന്ന് ശ്രീകാര്യ ശ്രീനിവാസനെ പിടിച്ചു മാറ്റുന്നുണ്ട്. ശ്രീനിവാസ മാറി നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു മാറ്റുന്നു. എന്നിട്ട് വാസവൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്, നീ ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി, ഇതിൻ്റെ പിന്നിൽ നിൻ്റെ കൈ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഉറപ്പിച്ച്. പിന്നെ നാളെ ഞാൻ MLA ആവുമല്ലോ. ഇതിൻ്റെയൊക്കെ തെളിവ് എൻ്റെ കയ്യിൽ കിട്ടിയ നാട് റോഡിലിട്ട് നിന്നെ ഞാൻ തല വെട്ടിയെടുക്കും, അത് ഉറപ്പാണ്. എനിക്കന്ന് MLA ആണെന്നോ അല്ലെങ്കിൽ എൻ്റെ അനുയായികളുണ്ടെന്നോ ഒന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നിൻ്റെ തല ഞാൻ വെട്ടിയെടുക്കും എന്നും പറഞ്ഞുകൊണ്ട് വാസവൻ ദേഷ്യം അങ്ങ് പോവുകയാണ്. അങ്ങനെ ശ്രീകാര്യ ശ്രീനിവാസനും പോവുകയാണ്. പക്ഷേ ശ്രീകാന്ത് നന്നായിട്ടൊന്ന് ഭയന്നിട്ടുണ്ട്. അപ്പോൾ പോകാൻ നേരത്ത് ശ്രീകാര്യം വന്നിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയണേ, ഞാൻ ഈ പറഞ്ഞ കാര്യം നിൻ്റെ അടുത്ത് മാത്രമല്ല, നിൻ്റെ അമ്മായിയപ്പനുണ്ടല്ലോ നിനക്കെല്ലാം കൂട്ടി നിൽക്കുന്നത്, അവൻ്റെ അടുത്തും കൂടെ പറയുന്നത് നല്ലതാണെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ പോകുന്നത്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പെട്ടെന്ന് ചന്ദ്രശേഖരനെ വിളിക്കുന്നത്, എവിടെ ഉണ്ടച്ചാ? അത് ഭാരതനുണ്ട്, എന്താടാ? ഞാൻ ദാ വരുന്നതെന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കാർ എടുത്തിട്ട് ബാറിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ എന്താ നീ ആകെപ്പാടെ ഭയന്നിരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ ചോദിക്കുകയാണ്, നിനക്ക് വേറെ പണിയൊന്നുമില്ലായിരുന്നോ? അവരുടെ അടുത്ത് വെല്ലുവിളിക്കാൻ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്താ അവർ സംസാരിക്കുന്ന കേട്ടപ്പോൾ നിൻ്റെ ചോര തിളച്ചു പോയോ? നമ്മളെ ചില സ്ഥലത്താണെങ്കിൽ ക്ഷമയാണ് വേണ്ടത്, ചില സ്ഥലത്ത് മൗനമാണ് വേണ്ടുന്നത്. മൗനം വേണ്ടത് മൗനമാണ് വേണ്ടത്. നീ മിണ്ടാതിരുന്നായിരുന്നെങ്കിൽ വല്ല കാര്യം ഉണ്ടായിരുന്നോ? നീ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഒരു കാര്യം ഉറപ്പായി, വിക്രമല്ല ഇത് ചെയ്തതെന്ന്. പിന്നെ നിൻ്റെ നേരെ ഒരു സംശയം നേരെ വരികയും ചെയ്ത്. നിനക്കറിയാവോ, അവർ രണ്ടുപേരും ഒന്നിച്ച് നിന്ന ഇനി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ സത്യം തെളിയിക്കും. മാത്രവുമല്ല വിക്രത്തിനെയും അനിയൻകുട്ടിനെയും പുറത്ത് കൊണ്ടുവരികയും ചെയ്യും. പിന്നെ അയാൾ പറഞ്ഞ പോലെ നട റോട്ടിലിട്ട് നിൻ്റെ തല വെട്ടിയെടുക്കാൻ മാത്രമേ ഉള്ളൂ, അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ചന്ദ്രശേഖരൻ പറയാണ്. അപ്പം ആകെപ്പാടെ ഭയന്നിട്ടൊരു ശ്രീകാന്ത്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, ഇനി ഞാൻ പറയുന്നത് പോലെ കേട്ടതാണ്, നിൻ്റെ കയ്യിലൊരു വീഡിയോ ഉണ്ടല്ലോ, അത് നാളെ തന്നെ പ്രചരിപ്പിച്ചോണം. പിന്നെ എന്നിട്ട് നമുക്ക് മിണ്ടാതിരിക്കാം. സമയത്ത് മാളത്തിൽ ഒളിച്ചിരിക്കുന്ന പലരും പുറത്തു വരും, അതുവരെ നമുക്ക് മിണ്ടാതെ കൈയും കെട്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഓരോ ഐഡിയാസ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വീട്ടിലാണെങ്കിൽ വേദയാണെങ്കിൽ പനിച്ച് വിറച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് വിക്രം അങ്ങോട്ട് വരുന്നത്. വിക്രം ചോദിക്കുകയാണ്, നീ എന്താ പെട്ടെന്ന് നേരത്തെ തന്നെ ഉറങ്ങിയോ? ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു പള്ളിയിൽ. പിന്നെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്, സംസാരിക്കുന്നത് കേട്ടാൽ തോന്നും അച്ഛനൊരു ട്വിസ്റ്റാണെന്ന്. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാതെ തന്നെ അച്ഛന് കുറേ അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അച്ഛനാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ടിരിക്കാൻ നല്ല രസമാണ് എന്നാണ് വിക്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് വേദയാണെങ്കിൽ എന്താ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വേദ പറയാണ്, ഒരു പനിയെന്ന് പറയാണ്. അങ്ങനെ നെറ്റി കൈയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചൂടുണ്ട്, അപ്പം ഞാൻ തുണി നനച്ചിട്ട് തരാം എന്ന് പറയാണ്. വേണ്ട വേണ്ട, വിക്രൻ്റെ അടുത്ത് തന്നെ ഇരുന്നാൽ മതി. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ, ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കി ഞാൻ തരാം എന്ന് പറയാണ്. വേണ്ട, കഞ്ഞിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്, എനിക്കത് ചൂടാക്കി കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് രണ്ടുപേരും കൂടെ കുടിക്കാം. അപ്പോൾ വേദ പറയുന്നത്, വേണ്ട, എൻ്റെ അടുത്ത് തന്നെ ഇരുന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ പിടിച്ച് അടുത്തിരുത്തുന്നുണ്ട്. അങ്ങനെ വിക്രമാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോയി കഞ്ഞിയൊക്കെ എടുത്ത് വേദയ്ക്ക് കൊടുക്കുന്നുണ്ട്. വേദ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. നേരം വെളുത്തപ്പോഴത്തേക്ക് വിക്രം വന്ന് വേദയുടെ പനി എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് വേദ എണീക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് വേദ പനി എന്നൊക്കെ ചോദിക്കണം. കുറവുണ്ട് വിക്രം എന്ന് പറയുമ്പോഴത്തേക്ക് മേരി ചേച്ചിയും ഗീവർഗീസ് ഏട്ടനും കൂടെ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ വേദ എന്തെങ്കിലും ചോദിക്കുമ്പോൾ വിക്രം പറയണം, പനിയുണ്ട്,
അകത്തുണ്ടെന്ന് പറയണം. അങ്ങനെ മേരി ചേച്ചി അകത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്ക് എത്തി കൈ വെച്ച് നോക്കുമ്പോൾ പറയണേ ഇത് വലിയ പനിയൊന്നുമില്ല, അത് ചെറിയൊരു കാച്ചിൽ, അതങ്ങ് മാറിക്കോളും. മറ്റേ പനിയോ? ആ പ്രേമപ്പനി. അത് രണ്ടുപേരും തമ്മിൽ എന്നാൾ പ്രേമിച്ചിട്ട് ഒരുമിച്ച് താമസിക്കുമ്പം ഭാര്യയ്ക്കുണ്ടാവുന്ന ഒരു പനി. ചേച്ചിയുടെ ഇതൊക്കെ ആര് പറഞ്ഞ്? ഞാനൊരു നോവലിൽ വായിച്ചത്. ആ നോവലിലെ ആ എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, രണ്ട് കഥാപാത്രങ്ങളുണ്ടല്ലോ, അവർ രണ്ടുപേരും പ്രേമിച്ച് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഭാര്യയ്ക്ക് പനി വന്നെന്നും ആ പനി പ്രേമപ്പനിയാണെന്നൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ആൾ കൊള്ളാലോ, മാലാഖ നമുക്ക് തരുന്നതാണെന്നാണ് പറയുന്നതെന്നൊക്കെ മേരി ചേച്ചി പറയുകയാണ്. മാലാഖയോ? പ്രേമത്തിനൊക്കെ മാലാഖയുണ്ടോ ചേച്ചി എന്ന് വേദ ചോദിക്കുന്നുണ്ട്. പിന്നെ വിശുദ്ധമായ എന്തിനും മാലാഖയുണ്ട്, പ്രേമം ഒരു വിശുദ്ധയല്ലേ, അപ്പം അതിനും മാലാഖയുണ്ടെന്നും പറഞ്ഞിട്ട് മേരി ചേച്ചി അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം വേദ പറയാണ് ചേച്ചി ആൾ കൊള്ളാലോ. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ ഗീവർഗീസ് വിക്രമത്തോട്ട് വരികയാണ്. അപ്പം മേരി പെട്ടെന്ന് തന്നെ ജോലിക്ക് പോക്കോ, അല്ലെങ്കിൽ മാനേജറിൻ്റെ കാര്യം അറിയാമല്ലേ? ഞാൻ പോവുക, ഇച്ചിരി നേരം വേദയായിട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ട് പോവുക. വിക്രം പറയാണ് എന്നാൽ പള്ളിയിലേക്ക് ഞാൻ ഇറങ്ങുവാണേ വേദയെന്ന് പറയാണ്. ഉച്ചയ്ക്ക് ഞാൻ വരാം. വേണ്ട വിക്രം, വരേണ്ട ആവശ്യമില്ല, ഞാൻ കഞ്ഞിയൊക്കെ എടുത്ത് കുടിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ അവരങ്ങ് പോകുകയാണ്. മേരി ചേച്ചി കുറച്ച് നേരം കൂടി ഇരുന്ന് സംസാരിക്കണം. അങ്ങനെ തലയിൽ കൈവൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം മേരി ചേച്ചി അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി പ്രാർത്ഥിച്ച്? നിങ്ങൾ രണ്ടുപേരും എപ്പോഴും സ്നേഹത്തോടെ ഇങ്ങനെ ജീവിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറയാണ്. അങ്ങനെ വേദയും മേരി ചേച്ചിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ഈ സമയത്ത് പള്ളിയിലാണെങ്കിൽ വിക്രവും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വർഗീസ് ഏട്ടൻ പറയാണ് വിക്രത്തിന് നല്ലോണം കൃഷിപ്പണി അറിയാമല്ലേ. അത് വീട്ടിലാണെങ്കിൽ അച്ഛനൊരു മാഷ് മാത്രമല്ല, ഒരു കൃഷിക്കാരനാണ്. കൊച്ചുനാളിലൊക്കെ ഞാൻ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യുമായിരുന്നു. പിന്നെ അച്ഛൻ റിട്ടയർഡ് ആയതിനു ശേഷം കൃഷിയിലേക്ക് അങ്ങ് ഇറങ്ങി. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോഴത്തേക്ക് പള്ളിയിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞാൽ രണ്ടുപേരും പള്ളിയിലേക്ക് ചെല്ലാൻ അച്ഛൻ പറഞ്ഞെന്ന് പറയുകയാണ്. അതാ വരുന്നെന്ന് പറഞ്ഞിട്ട് വർഗീസ് സ്നേഹിക്കുകയാണ്. അപ്പോൾ വിക്രത്തെ വിളിക്കുമ്പോൾ ദാ വരുന്നത്, ഇത് തീർത്തിട്ട് വരാം, ചേട്ടൻ അങ്ങോട്ട് പൊക്കോളാൻ പറയുകയാണ്. അങ്ങനെ ഈ വർഗീസ് പള്ളിയിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് തീരത്തോട്ടത്തിൽ മേരി ചേച്ചി ചെല്ലുമ്പോൾ ഉടനെ ജോബി ചോദിക്കുന്നുണ്ട്, എന്താ ഇന്ന് പുതിയ ആളില്ലേ എന്ന് ചോദിക്കുകയാണ്. ഏയ് ഇല്ല, വന്നില്ല. അതെന്താ ചേച്ചി വരാത്തത്? ഇപ്പോൾ പണി തുടങ്ങിയല്ലേ ഉള്ളൂ. അതേ ആരുടെയോ കണ്ണ് കെട്ടിയിട്ടുണ്ട്, അതാണെന്ന്. ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞ്? ഞാൻ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത്. ആരുടെയൊക്കെ കണ്ണ് ആ കൊച്ചിന് തട്ടി, അങ്ങനെ കൊച്ചിന് പനിയായി സുഖമില്ലാതെ വീട്ടിലുണ്ടെന്ന് പറയുകയാണ്. ഓ, ചേച്ചി ആരെങ്കിലും ആക്കി പറഞ്ഞതാണോ എന്ന് ചോദിക്കുകയാണ്. ഏയ് അല്ല, ഞാൻ സത്യസന്ധമായ കാര്യം പറഞ്ഞതാണെന്ന് പറയാണ്. അങ്ങനെ മേരി ചേച്ചി ജോലിക്ക് പോവുകയാണ്. ഈ സമയത്ത് പള്ളിയിലാണെങ്കിൽ വിക്രത്തിനെയും ഗീവർഗീസിനെ അച്ഛൻ വിളിച്ചായിരുന്നല്ലോ. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഗീവർഗീസേ വിക്രം എന്ത് ചെയ്താ വരുന്നത്? അങ്ങനെ വിക്രവും കൂടെ വരട്ടെ, എന്നിട്ട് കാര്യം പറയാമെന്ന് പറയാണ്. അങ്ങനെ വിക്രവും വരികയാണ്. അപ്പം ഇന്ന് ഇലക്ഷനല്ലേ, അതിൻ്റെ റിസൾട്ട് അറിയണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അത് ഞാനങ്ങ് മറന്നു വെച്ചാ എന്ന് വിക്രം പറയാണ്. എന്നാൽ ടി വി വെച്ച ഗീവർഗീസേ, റിസൾട്ട് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം എന്ന് പറയാണ്. അങ്ങനെ ടി വി വെക്കുകയാണ്. ടി വി വെക്കുമ്പോഴത്തേക്ക് റിസൾട്ട് പറയാണ്. വാസവൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കാര്യമാണ് പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രം ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ആ വാർത്ത വിക്രത്തെ വല്ലാതെ ഷോക്കാവുകയും ചെയ്യുന്നുണ്ട്, വിഷമമാവുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇനി നാളെ എന്തായാലും ഇവിടെ ജോബിയാണെങ്കിൽ ആ സോഷ്യൽ മീഡിയ വഴി ന്യൂസൊക്കെ അറിയുന്നുണ്ട്. അറിഞ്ഞ് വേദയെടുത്ത് ചെല്ലുന്നുണ്ട്. വേദയെടുത്ത് കാര്യങ്ങളൊക്കെ തിരക്ക് ജോബി ചെല്ലുന്നുണ്ട്. അതൊക്കെയാണ് നാളത്തെ പ്രമോ വിശേഷം.